പകൽക്കാലം ദിവസം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒരു ആവശ്യമായി കടന്നു പോകാൻ ദൈവം സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ആഴ്ചയിൽ തന്നെ അതില് പ്രാരംഭ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിലായിരിക്കാൻ ദൈവം സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു കാലത്ത് ദൈവവചനത്തിന്റെ ധ്യാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള ദൈവിക പദ്ധതിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ വചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ദൈവിക നന്മകൾ പലപ്പോഴും ദൈവം നമുക്ക് തരാറുണ്ട്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ മാന്യ ശ്രോതാക്കളോട് പോയ കാലം എനിക്ക് അറിയിക്കാനുള്ളത്, ഈ വർഷക്കാലം ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ എനിക്ക് നിങ്ങൾക്കും തരുവാനുള്ള ദൈവ പദ്ധതികളെ തിരിച്ചറിയാനാണ് ദൈവസന്നിധിയിൽ ഒരു കാലം നാം ഒരുമിച്ചായിരിക്കുന്നത്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പല നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഇനിയും അത് ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മണ്ഡലത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ചേർത്ത് നിർത്തുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുവാൻ ഈ പുതുവർഷത്തിൽ ജാഗ്രതയോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാലം ഉത്ബോധിപ്പിക്കുകയാണ്. ജീവിതത്തിലെ മണ്ഡലങ്ങളിൽ തകർന്നു പോയോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ ഇന്നപോലെ കാലം ദൈവത്തിന്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇന്നപോലെ കാലത്തെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന് 1-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ദീർഘമായി ആ വിഷയത്തെ കുറിച്ച് ചിന്തിപ്പാനല്ല ദൈവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ദൈവം ഹൃദയത്തിൽ തന്ന ഒരു പ്രത്യേക ചിന്ത നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവെച്ച് പെട്ടെന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൽ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, ശെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ യോഹന്നാൻ എന്ന് പേർ ഇടയണം എന്ന് വിളിച്ചു പറഞ്ഞു. സ്റ്റോപ്പ്. ഈ വേദഭാഗത്തിൽ നാം വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം? ഇവിടെ ഒരു കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂതാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ശെഖര്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നുവെന്ന് നമുക്ക് തുടർന്ന് ചിന്തിപ്പാൻ ദിവസം ആഗ്രഹിക്കുന്നുണ്ട്. ശെഖര്യാവും എലിസബത്തും ഒരു കുടുംബം, അതാണ് അവരെ കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കുടുംബത്തിൽ ദൈവം അറിയാതെ ചില നന്മകൾ കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അറിയാനാണ് നാം ദൈവത്തിന്റെ വചനവുമായി ഒരുമിച്ചായിരിക്കുന്നു. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിച്ചതുപോലെയുള്ള ചിന്തകളിലാണ് ശെഖര്യാവിന്റെ മനസ്സ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില നാളുകൾ പ്രാർത്ഥിച്ചു, ചില നാളുകൾ നിന്ന സഹിച്ച പരിണതഫലമായി കർത്താവേ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ എന്ന് ശെഖര്യാവും കുടുംബവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നാളുകളുണ്ട്. എന്നാൽ പല നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഇതുവരെയും ഒരു മറുപടി കാണാൻ കഴിയാത്തത് കൊണ്ട് ആ പ്രതീക്ഷ അസ്തമിച്ചു. ഇനിയും എന്താണ് ഏൽപ്പിച്ച ദൈവിക പദ്ധതികളിൽ നിൽക്കുക, ജീവിതം ആ നിലയിൽ മുൻപോട്ട് പോകട്ടെ, എത്ര നാളെന്ന് അറിഞ്ഞുകൂടാ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് മുൻപോട്ട് പോവുക എന്ന് മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശെഖര്യാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ നാം പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് അവൻ ദൈവസന്നിധിയിൽ നിന്നും മറുപടി കാണാത്തത് കൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പ്രാർത്ഥിച്ച് നിർത്തിയ ചില പ്രത്യേക വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ 2024 ചില അത്ഭുതങ്ങൾ കാണാൻ ദൈവം നിങ്ങളെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ സ്തോത്രം ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുന്ന ദൈവവേദനയെ അനുഗ്രഹിക്കുന്ന നീ അറിയാത്ത ചില നന്മകളുടെ മണ്ഡലങ്ങൾ തുറന്നുവന്നെ മാറിക്കുന്നത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുകയാണ്. വിശ്വാസത്താൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പോവുക. 24 എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്തത് ചിലത് ഇതാ നിന്റെ കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ
ദൈവം തന്നെ ദൂതനെ അയച്ച ചില അത്ഭുത പ്രവർത്തികൾ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തലമുറകളുടെ ബന്ധത്തിലും ചെയ്യുന്നത് കാണത്തക്കവണ്ണം കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കാൻ കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ നീ പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരാനിടയായിത്തീരും. സ്തോത്രം. ഇവിടെ സെഖര്യാവിന്റെ അവസ്ഥ നമുക്ക് അല്പസമയത്തേക്ക് ഒന്ന് ചിന്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ആ വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ സെഖര്യാവ് ആരായിരുന്നു എന്ന വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സ്തോത്രം ഓർക്കാൻ കഴിയുന്ന ചില വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. അത് സെഖര്യാവിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുന്നു. എന്താണ്? സെഖര്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് അറിയിക്കാൻ സെഖര്യാവിന്റെ അടുക്കിലേക്ക് ദൂതൻ കടന്നു വരിക. എപ്പോഴാണ് ദൂതൻ കടന്നു വരുന്നത്? അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സെഖര്യാവ് ആരായിരുന്നു എന്നുള്ളത് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അബിയാക്കൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവം തന്നെ തങ്ങളെ ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ വിശ്വസ്തത പുലർത്തുന്ന ഒരു കുടുംബമായിരുന്നു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സകല ന്യായ പ്രമാണങ്ങളിലും സ്തോത്രം കുറ്റമില്ലാത്തവരായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു കുടുംബം. ജീവിതത്തിൽ ഒരപാകതകളും കാണാൻ കഴിയാത്ത ഒരു കുടുംബം. ഒന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ അനുഗ്രഹം നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലഭിക്കണമെങ്കിൽ എന്തു വേണം? ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്ത ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ, ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നാം വിശ്വസ്തരെങ്കിൽ എന്നെയും അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കളയിലേക്ക് ഇറങ്ങി വരാനിടയായിത്തീരും. സ്തോത്രം. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തിയാൽ ദൈവം നമ്മെ തക്ക സമയത്ത് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് ഉദ്ദേശിച്ച പോലെ ദൈവിക നമുക്ക് കടന്നു വന്നില്ലെന്ന് പറഞ്ഞ് ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന അനേകരെ ഈ ആത്മിക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിന് നടുവിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ള പ്രത്യാശയിൽ ദൈവസന്നിധി നിൽക്കുന്ന ഭക്തനുണ്ടോ? അവനെ തക്ക സമയത്ത് മാനിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനരെ, കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കിയാൽ നാളുകളായി പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി തരാതെ ഇന്നതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് ആ വിഷയത്തിന് മറുപടി ഇതുവരെ ഉണ്ടായില്ല. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവസന്നിധി വിശ്വസ്തമായി നിൽക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരു മാറ്റമില്ലയോ കർത്താവേ എന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കാലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ നീ കാത്തിരിക്കുമെങ്കിൽ, ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിക്കുമെങ്കിൽ തക്ക സമയത്ത് ആ അനുഗ്രഹത്തിന്റെ മണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി തുറന്നു തന്ന് മാനിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇതാ നിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ സമയമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. സെഖര്യാവിന്റെ കുടുംബത്തിൽ ഇതുവരെ ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അവരായിരിക്കുന്ന പരിതസ്ഥിതി, ഒന്ന്, അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. രണ്ടാമത്തെ കാര്യം, അതിൽ 7ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? 7ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുക അവരുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്താണ്. സ്തോത്രം. എലിസബത്ത് മച്ചിയായിരുന്നു, ഇരുവർക്കും വയസ്സ് ചെന്നവരുമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാഹചര്യം ഇനിയും ഒരു ദൈവിക അനുഗ്രഹം ജീവിതത്തിൽ കൊണ്ടുവരാൻ പര്യാപ്തമായ ജീവിത സാഹചര്യങ്ങളല്ല ഇപ്പോൾ അവരായിരിക്കുന്നത്. സാഹചര്യങ്ങൾ വിപരീതമാണ്. സ്തോത്രം. പലപ്പോഴും ദൈവിക വിഷയത്തിൽ നമ്മെ അവൻ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വാസം, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ അതിനൊരു കാലഗതിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കയില്ല നമ്മുടെ ചിന്താഗതി. എന്നാൽ സ്തോത്രം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വിചാരങ്ങൾ ഉപരിയും ഉന്നതവും ശ്രേഷ്ഠവുമാണ് എന്നുള്ള തിരിച്ചറിവാണ് ദൈവ സാന്നിധ്യത്തിൽ നമ്മെ വിശ്വസ്തയോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുടുംബം, ഒന്ന്, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. രണ്ട്, അവരുടെ സാഹചര്യം പ്രതികൂലമായിരുന്നു എങ്കിലും
അവർ ദൈവസന്നിധിയിൽ ശക്തമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. 8-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. സ്തോത്രം. അവൻ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. സ്തോത്രം. അവിടെ സ്തോത്രം, ഈ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന സമയത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നോക്കണം, ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു. 2, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നത് ജാഗ്രത പുലർത്തിയ ഒരു കുടുംബത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ ശെഖര്യാവ് വിശ്വസ്തയോട് തന്നെ ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തയോടെ ചെയ്യുന്ന മനുഷ്യനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. തനിക്ക് ലഭിച്ച സാഹചര്യങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ 3 കൂട്ടം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം ചിന്തിക്കണം. 1, അവർ വിശ്വസ്തരായിരുന്നു. 2, ജീവിതത്തിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പക്ഷെ അത് കണക്കു കൂട്ടാതെ ദൈവസന്നിധിയിൽ തങ്ങൾ ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു കുടുംബമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് 13-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന് ദൂതൻ തന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. സ്തോത്രം. 9-ഉം 10-ഉം വാക്യങ്ങൾ സ്തോത്രം 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ആ ശുശ്രൂഷയുടെ നടുവിലാണ് ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കളയിലേക്ക് ഇറങ്ങി വരുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദൂതനെ കണ്ടപ്പോൾ അവന് സ്തോത്രം ഭയപരവശനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി എന്ന് 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ശുശ്രൂഷയുടെ നടുവിൽ ഒരു ദൈവദൂതൻ വെളിപ്പെട്ടു വരുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന തോതിൽ തനിക്കുണ്ടാകാവുന്ന ഒരു ഉൾഭയം, അതാണ് സെഖര്യാവിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയം നിമിത്തം ദൈവത്തിന് ദൂതൻ അവന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ശുശ്രൂഷയുടെ നടുവില ജനത്തിനോട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, ജനം അവന്റെ മുൻപിൽ നിൽപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ദൂതൻ അവന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ടു നിൽക്കുന്ന സെഖര്യാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഏത് ശുശ്രൂഷകനും അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ, ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മുടെ മുൻപിൽ ആ ദൈവദൂതന്റെ വെളിപ്പാട് അല്ലെങ്കിൽ ദൈവദൂതനെ നേരിട്ട് കാണുമ്പോൾ ഭയപരവശനായി തീരുക എന്നുള്ളത് ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. പല ജീവിതങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരത്തില്ല, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം തന്നെ ഇറങ്ങി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ശുശ്രൂഷയുടെ തലത്തിൽ നിൽക്കുന്നവർക്ക് അത് ഗ്രഹിപ്പാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അല്ലാത്തവർക്ക് അത് ഗ്രഹിപ്പാൻ കഴിയത്തില്ല, കാരണം ശുശ്രൂഷയുടെ നടുവിൽ അല്ലെങ്കിൽ അത് ഗ്രഹിപ്പാൻ കഴിയില്ല. എന്നാൽ ശുശ്രൂഷയുടെ നടുവിൽ നിൽക്കുന്ന സെഖര്യാവിന് ദൂതനെ കണ്ടപ്പോൾ ഭയപരവശനായി. ദൂതൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ദൂതൻ പറയുക 13-ാമത്തെ വാക്യം, ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട. സ്തോത്രം. സെഖര്യാവിനോട് പറയാ, സ്തോത്രം, ഭയപ്പെടേണ്ട, നീ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അടുക്കൽ നിന്നെ ഭയപ്പെടുത്താനല്ല വന്നത് എന്ന് ദൂതൻ പറഞ്ഞിട്ട് പറയുകയാണ്. സ്തോത്രം, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൂതന്റെ ആദ്യത്തെ ശബ്ദം ശ്രദ്ധിക്കണേ. 1, ഭയപ്പെടേണ്ട. 2, സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. ഇന്ന് തൽക്കാലം വചനം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ചില മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ 2024 പ്രാരംഭ മാസങ്ങളിൽ തന്നെ നീ ജീവിതത്തിൽ ചില അത്ഭുത വിടുതലുകൾ കർത്താവ് ചെയ്തുകൊണ്ട് വരുന്നത് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളായി പ്രസ്താവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് കാലം ഓർമ്മിപ്പിക്കുക. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ദിവസങ്ങളിൽ ഉരുവായി വരുന്നത് കാണാനിടയായി തീരുമെന്ന് പരിശുദ്ധാത്മാവിന് കാലം ഓർമ്മിപ്പിക്കുക. ഇവിടെ പ്രതീക്ഷയില്ലാതിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ സെഖര്യാവിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങുമെന്ന് പറയുന്ന ശബ്ദം 1, ഭയപ്പെടേണ്ട. 2-ാമത്തെ ശബ്ദം, സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. ഇവിടെ സെഖര്യാവിന്
പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം എന്താ? അവനിപ്പോൾ പ്രത്യാശയ്ക്ക് വകയില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സ്തോത്രം. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എങ്ങനെയെങ്കിലും ചെയ്തു മുൻപോട്ട് പോകണം. അത് മാത്രമേ സെഖര്യാവിന്റെ ഉള്ളിൽ ചിന്തയുള്ളൂ. സ്തോത്രം. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. അവൻ പ്രായമായി ഇനിയും പുതിയതൊന്നും ചെയ്യാനോ ഇനിയും പുതിയതൊന്നും ഏറ്റെടുക്കാനോ കഴിവില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവൻ ഇനിയും എനിക്ക് മറ്റൊന്നിന് കഴിവില്ല കർത്താവേ എന്ന് പറയുന്നു. ആരൊക്കെ പറയുന്നു ഇല്ല പ്രായമായിരുന്നു നീ പറയരുത്. സ്തോത്രം. യെരമ്യാവിനോട് പറയുന്നു നീ ബാലന് പറയരുത് എന്ന് പറഞ്ഞ ദൈവശബ്ദം ഇതുപോലെ കാലം ആരോടൊക്കെ സംസാരിക്കുന്നു. നീ പ്രായമായെന്ന് പറയരുത്. നീ നാളുകളായി കാത്തിരിക്കുന്ന നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്ക് ശുശ്രൂഷാ തലത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവൻ ശുശ്രൂഷയുടെ തലങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് ഇന്ന് ഒരു കാലം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. സെഖര്യാവ് പറയുന്നു എനിക്ക് ഇനി പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നും കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്യാനാണെന്നുള്ള ചിന്ത സെഖര്യാവിന്റെ ഹൃദയാന്തർഭാഗത്തുണ്ട്. അവൻ സ്തോത്രം. സെഖര്യാവിനോട് പറയുക സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമേൻ സ്തോത്രം ഉത്തരമായി എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടാം. സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥനയ്ക്ക് ഏത് വിഷയത്തെ ഉത്തരമായിരിക്കുന്നത് എന്ന് ദൂതൻ കൃത്യമായി പറയുക. 3 ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. 1 ഭയപ്പെടേണ്ട, 2 സെഖര്യാവിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, 3 നിന്റെ പ്രാർത്ഥന ഏത് വിഷയത്തിലാണ് ഉത്തരമായത്, പ്രാർത്ഥനയുടെ ഏത് വിഷയമാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ എന്ത് ചെയ്യണം? നീ യോഹന്നാൻ എന്ന് പേരിടണം. സ്തോത്രം. അപ്പൊ ദൈവത്തിന് ദൂരം കടന്നു വന്ന് പറയുന്ന ശബ്ദം വളരെ സ്പെസിഫിക് ആണ്. സ്തോത്രം. താൻ ഏത് വിഷയത്തിലാണ് സെഖര്യാവും കുടുംബം ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രാർത്ഥിച്ച് നാളുകളായി കാത്തിരുന്ന പ്രത്യേക വിഷയങ്ങൾ അവൻ മറക്കാൻ ആഗ്രഹിച്ച പ്രത്യേക വിഷയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂരമായിട്ട് ഇടപെടുക. എന്താണ്? സെഖര്യാവേ നിന്റെ പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തിന് ഇതാ മറുപടിയായിരിക്കുന്നു. ഒരു കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു നാളുകളായി ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. അനശ്വത്ര ചില നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ദൈവമേ ഒരു അനുഗ്രഹം തരികയോ ഇത് ചോദിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഏത് വിഷയത്തിൽ അവൻ സ്തോത്രം. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കാൻ പോകുക. സ്തോത്രം. അവൻ ഇന്ന് ഒരു കാലം പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കുന്നു. ഉത്തരമായി ദൈവത്തിന് ദൂരമില്ല നിന്റെ അടുക്കൽ നിൽക്കുക. ഈ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിന്റെ ശരീരത്തിൽ ഈ ദിവസങ്ങളിൽ പ്രതികരണത്തിന്റെ അവൻ ദൈവിക പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു കാലം ഓർമ്മിപ്പിക്കുക. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സ്വർഗീയ സാന്നിധ്യം ഇതുവരെ കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. ശരീരത്തിൽ ഈ ദിവസങ്ങളിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇതുവരെ കാലം ഓർമ്മിപ്പിക്കുക. അതിന് സാക്ഷ്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിൽ പിശാചിനെ നാളുകളായി അടക്കി വെച്ചിരിക്കുന്നു, ഇതിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഇനിയും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഇതാ നിന്റെ അനുഗ്രഹത്തിന്റെ ശബ്ദവുമായി ദൂതൻ ഇറങ്ങി വരുന്നത് പോലെ ഈ ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാ ആ അനുഗ്രഹം നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു, ആ തലമുറയുടെ വാക്തത്വത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ഇത് തലമുറയെ കുറിച്ചുള്ള വാക്തത്വത്തിന്റെ പദ്ധതികൾ ദൈവം നിന്റെ അടുക്കളയിൽ കൊണ്ടുവന്നിരിക്കുക. ഭാവിയോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഭാരത്തോടെ ചില നാളുകളായി പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇനിയും ഒരു മറുപടിയില്ലയോ എന്ന് പറയുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇല്ല, സമയമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിരിക്കുന്നു പരിശുദ്ധാത്മാവ് പോലെ കാലം ഓർമ്മിപ്പിക്കുക. അവൻ കുഞ്ഞുങ്ങളെ ഭാവിയോടുള്ള ബന്ധത്തിൽ ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ചില നാളുകളായി കാത്തിരുന്നിട്ട് ആ പ്രക്രിയകൾ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച് ആരോഗ്യമോ പരിശുദ്ധാത്മാവ് പോലെ കാലം പറയുന്നു ഇല്ല, ആ ദൈവം ആ വഴികളെ തുറന്ന് ഈ ദിവസങ്ങളിൽ മാനിപ്പാനുള്ള പാതകൾ ഇതാ കർത്താവ് തുറന്നു തരുന്നു. ആ ദൈവത്തിന് ദൂരെ ശബ്ദം എന്ന് പോലെ കാലം വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് പോലെ കാലം ചോദിക്കുകയാണ്. ഇതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്തോത്രം. സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയോ മറുപടിയുമായി ഇതാ ദൈവത്തിന് ദൂതന്റെ അടുക്കൽ നിൽക്കുകയാണ്.
എന്നാൽ സെഖര്യാവിന്റെ മാനസിക സ്ഥിതി നാം അല്പസമയം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സെഖര്യാവിന്റെ മാനസിക സ്ഥിതി നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ്. സ്തോത്രം. അതിന്റെ 20ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം, അതിനു മുൻപ് 18ാമത്തെ വാക്യം കൂടെ ഓർത്തിട്ട് 20ാം വാക്യത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18ാമത്തെ വാക്യത്തിൽ സെഖര്യാവ് ദൂതനോട് പറയുന്ന കാര്യം എന്താണ് എന്ന് നമുക്കൊന്ന് ഓർത്തിട്ട് 20ാമത്തെ വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൽ 18ാമത്തെ വാക്യം. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോതിനാൽ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ദൂതനോട് സെഖര്യാവ് സാഹചര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. ആരോടാ പറയുന്നത്? ദൈവത്തിന്റെ ദൂതനോടാ പറയുന്നത്. വന്നിരിക്കുന്ന സാഹചര്യം ഏതാ? ദൂതൻ സെഖര്യാവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി വന്നിരിക്കുമ്പോൾ ദൂതനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സെഖര്യാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. സെഖര്യാവ് ദൂതനോട് പറയുക, ഞാൻ ഇതെന്തോന്നിനാൽ അറിയും, എനിക്കിതിലൊന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എന്താ കാര്യം? താൻ പറയുക, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറയുന്നു. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നാളുകളായി നീ കാത്തിരുന്നു, അവൻ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചിട്ട് അവൻ സ്തോത്രം ഇത്ര നാൾ കാത്തിരുന്നു, കർത്താവേ ഞങ്ങൾ പ്രായം ചെന്നു, ഇനിയും ഒന്നും സംഭവിക്കുകയില്ലയോ എന്നുള്ള ചോദ്യവുമായി നിൽക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൽക്കുകയാ. സ്തോത്രം. ഇന്ന് വൈകാലം ഏറ്റെടുത്തുകൊള്ളുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അടുക്കൽ ഇതാ നിൽക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുന്ന, തൊട്ട് വിടുവിക്കുന്ന ഒരു അത്ഭുത ശിശുവുമായി അവൻ അടുത്ത വർഷം ആകുമ്പോൾ അവൻ ഒരു ശിശുവിനെ അണച്ചുകൊണ്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിതാ എന്നെ കാണിക്കുന്നു. സ്തോത്രം. അവൻ ചില ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷമാ 24. അവൻ സ്തോത്രം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമെങ്കിൽ പ്രായമായെന്ന് പറയണ്ട. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചേർത്ത് നിർത്തുന്നു. ദൈവിക സാന്നിധ്യം ഇതിനകത്തുണ്ട്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തില് ഇവിടെ സെഖര്യാവിനോട് പറയുന്ന മറുപടി എന്താണ്? നമുക്ക് സെഖര്യാവ് പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ആമേൻ. സ്തോത്രം. സെഖര്യാവ് പറയുന്നു, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറയുന്ന സെഖര്യാവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ജീവിതത്തിലെ മണ്ഡലത്തിൽ പ്രായമായി എന്ന് പറഞ്ഞ് ദൈവത്തിന് വാഗ്ദത്തങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, ദൈവം തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ വിശ്വസ്തനായി ശക്തനായി നിങ്ങളോട് കൂടെ നിൽക്കുന്നതിന് ഒരു കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് സെഖര്യാവിനെ പോലെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമെങ്കിൽ തക്ക സമയമാകുമ്പോൾ ജീവിതത്തിന് മണ്ഡലങ്ങളെ മാറ്റിമറിക്കുന്ന ആ സാന്നിധ്യം അടുക്കളയ്ക്ക് ഇറങ്ങി വരുന്നത് കാണാനിടയായിത്തീരും. സ്തോത്രം. ഇവിടെ സെഖര്യാവിന്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിച്ചാൽ തുടർന്ന് ചില വിഷയങ്ങൾ സെഖര്യാവിന്റെ ജീവിതത്തിന്റെ പോരായ്മകൾ പരിശുദ്ധാത്മാവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ അത് 20ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ സ്തോത്രം ദൂതൻ പറഞ്ഞു വരികയാണ്. അവൻ സ്തോത്രം, ഞാൻ ആരാണ്? ഞാൻ ഗബ്രിയേലാണ്, ദൈവത്തിന് മുൻ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ദൈവസന്നിധിയിൽ ഗബ്രിയേലാകുന്നത് 19ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ദൂതൻ തന്നെ വെളിപ്പെടുത്തുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. താൻ പറയുക, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നോട് ഈ കാര്യങ്ങൾ പ്രസ്താവിപ്പാനാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സെഖര്യാവ് തുടർന്ന് ദൂതൻ പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. തക്ക സമയത്ത് 20ാമത്തെ വാക്യം, തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കണം, ദൈവത്തിന് ദൂതൻ കടന്നു വന്നിട്ട് എത്ര ശക്തമായിട്ടാണ് ദൈവത്തിന് ദൂതൻ അവിടെ ഇടപെടുന്നത്. ദൈവത്തിന് ദൂതൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. താൻ പറഞ്ഞു, അവൻ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? സെഖര്യാവ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനാ ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇത്രയും കാര്യങ്ങളെല്ലാം ദീർഘമായി സംസാരിച്ചിട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു സെഖര്യാവ് ആരാണ്? ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, വിശ്വസതയോടെ ദൈവത്തെ സേവിക്കുന്ന ആളാണ്. ജീവിതത്തിന്റെ ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ അവിടെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താല്പര്യത്തോടെ യാത്ര ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ്, അല്ലെങ്കിൽ സെഖര്യാവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയെല്ലാം ഉണ്ടെങ്കിലും ദൈവവാക്യത്തെ വിശ്വസിക്കാൻ കഴിയാതെ പോയ സെഖര്യാവിന്റെ അനുഭവമാണ് ആ 20ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. ദൂതൻ സെഖര്യാവിനോട് പറയുക, എന്താ പറഞ്ഞത്? നീ ഈ പറഞ്ഞ വാക്തത്വങ്ങൾ വിശ്വസിക്കായക കൊണ്ട് തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ എന്ത് ചെയ്യും?
മൗനമായിരിക്കുമെന്ന് ദൂതൻ പറയുക. സ്തോത്രം. നോക്കണം, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്താണ്? പ്രായം ചെന്നു, അവൻ സാറയ്ക്ക് പ്രായമായി. ഇതൊക്കെ പറയുമ്പോഴും അബ്രഹാമിന്റെ ഉള്ളിന്റെ ഉള്ളിലെ അവിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ഇതെല്ലാം ഉണ്ടെങ്കിലും എന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ അതേ പരിസ്ഥിതിയിലാണ് സെക്കറിയാവ് നിൽക്കുന്നത്. എന്താണ്? എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് ഇനിയും ദൈവം എന്നെ കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നൊക്കെ വിചാരിക്കാവുന്ന സാഹചര്യത്തിൽ അവിശ്വാസം വ്യാപരിച്ചു നിൽക്കുന്ന സെക്കറിയാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയ ചിന്ത, വിശ്വസിക്കാതെ നിന്ന സെക്കറിയാവിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ തക്ക സമയത്ത് നിവർത്തിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമുക്ക് വേദഭാഗത്തിൽ ഓർക്കാൻ കഴിയുന്നത്. സ്തോത്രം. എന്തായാലും ദീർഘവർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്നെ ദിവ്യ പദ്ധതി പ്രകാരം വാഗ്ദത്തം ചെയ്ത ഒരു പ്രവചന ശബ്ദം കിടപ്പുണ്ട്. എന്താണ്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് മുൻപ് നിനക്ക് മുൻപായി ഞാൻ വഴിയൊരുക്കുവാൻ എന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കുന്നു എന്ന് പറഞ്ഞൊരു വാഗ്ദത്തം അവന് വേണ്ടി കിടക്കുന്നത് കൊണ്ട് തക്ക സമയമാകുമ്പോൾ ഒരു യോഹന്നാനെ അയക്കുക എന്നുള്ളത് ദൈവത്തിന് ദിവ്യ പദ്ധതിയായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ സെക്കറിയാവ് വിശ്വസിച്ചില്ലെങ്കിലും എലിസബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് ദിവ്യ പദ്ധതിയാണ്. എന്ത്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഉറപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ് അവരുടെ ഭാഗത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയേണ്ടത്. സ്തോത്രം. എന്നോട് നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ട് ഞാനും നീയും മറന്നു കളഞ്ഞാലും മറന്നു കളയാത്തൊരു ദൈവ സാന്നിധ്യം, ഞാനും നീയും അവിശ്വസ്തനായി പാർത്താലും വിശ്വസ്തയോടെ തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെയാണ് ഈ വചനം നമ്മെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. സെക്കറിയാവ് വിശ്വസിച്ചില്ലെങ്കിലും വാഗ്ദത്തം പറഞ്ഞ കർത്താവ് അത് നിവർത്തിക്കുവാൻ തക്ക സമയത്ത് ഒരു യോഹന്നാനെ അയക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ കുടുംബത്തിൽ നമുക്ക് വെളിപ്പെടാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി നിന്നോട് അറിയിച്ച ചില അരുളപ്പാടുകൾക്ക് നിവർത്തി വരാൻ സമയമായി, അല്ലെങ്കിൽ സമയമൊക്കെ കഴിഞ്ഞു, ഇനിയും അതൊന്നും ഏറ്റെടുക്കാൻ എനിക്കാവില്ലെന്ന് പറയുന്ന ചില മണ്ഡലങ്ങളോട്, ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ആ വാഗ്ദത്തങ്ങൾ നിന്റെ വാതിൽക്കൽ നിൽക്കുകയാ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിലത് നിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദിവസങ്ങൾ ശീഘ്രമായി അടുത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുക. അവൻ സ്തോത്രം. ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ഇല്ല, ഇനിയും ഒരു അനുഗ്രഹം എനിക്കുണ്ടാകത്തില്ല, ആ വിഷയത്തിൽ എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല, എന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ഇനിയും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്ന് അവൻ ആ അധ്യായം ക്ലോസ് ചെയ്ത ചിലരോട് പറയുന്നു. ഇല്ല, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആ അധ്യായങ്ങളെ വീണ്ടും തുറന്നെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ മണ്ഡലത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. എന്നാൽ ഓർത്തിരിക്കേണ്ടത്, വിശ്വസിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം. എന്നാൽ വിശ്വസിക്കാത്തവന് അതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സെക്കറിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയേണ്ടത്. സ്തോത്രം. അവിശ്വാസത്താൽ സംശയിച്ചതുകൊണ്ട്, ദൂരം പറഞ്ഞ ശബ്ദത്തെ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത്? സെക്കറിയാവിനോട് ചോദിച്ച, സെക്കറിയാവേ, ഇതുവരെ ശുശ്രൂഷിച്ച മണ്ഡലത്തിൽ ഇനിയും തുടർന്ന് ശുശ്രൂഷിക്കാൻ കഴിയാത്തതുപോലെ, ജീവിതങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതുപോലെ നാവടയപ്പെട്ട് മറ്റുള്ളവരുടെ മുൻപിൽ സ്തോത്രം അനുഗ്രഹപാത്രമായി നിൽക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഹീനപാത്രമായി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നാപാത്രമായി തീരേണ്ട സാഹചര്യത്തിലേക്ക് പോകാൻ മാറ്റപ്പെടുകയാണ്. സ്തോത്രം. ലോകം ചോദിക്കുന്നു, അതുവരെ മുൻപിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ ചോദിക്കുന്നു, ഞങ്ങളുടെ ദൈവദാസൻ എന്തു പറ്റി? സ്തോത്രം. ഇതുവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിക്കുന്ന ഒരനുഭവത്തിലേക്ക് താൻ മാറ്റപ്പെടുകയാണ്. സെക്കറിയാവിന് പറയാൻ കഴിയണം, അവൻ സ്തോത്രം, ഞാൻ അവിശ്വസിച്ചതുകൊണ്ട് അതിന് തിക്തഫലം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര നാളാ സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കും വരെ ആമേൻ ആ നിന്ന വഹിച്ചുകൊണ്ട് നിൽക്കുക മാത്രമേ സെക്കറിയാവിന് ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ അതിന് നടുവ് വിശ്വസ്തയോടെ തന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സെക്കറിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അവൻ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒരു പക്ഷേ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ച ചില പോരായ്മകൾ നിമിത്തം ചില തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാം നിൽക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ദിവസങ്ങളിൽ അവൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്ത ചില നാളുകളായി പ്രത്യാശ നഷ്ടപ്പെട്ട, ഇനിയും അത്ഭുതം നടക്കത്തില്ല, ഇനി ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇതാ നിന്റെ അടുക്കലേക്ക് വാഗ്ദത്തം
കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയായിത്തീരുന്ന നാളുകളാണ് ഈ ദിവസങ്ങൾ അത് തിരിച്ചറിയുക. സ്തോത്രം. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഭക്തന്, വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഭക്തന് എന്ത് സംഭവിച്ചുവെന്ന് അബ്രഹാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താ, എനിക്ക് ഈ വാക്തത്വത്തെ ഏറ്റെടുക്കാൻ കഴിയത്തില്ല, പക്ഷേ കഴിവുള്ളവൻ ഒരുത്തൻ എന്റെ കൂട്ടത്തിലുള്ളതുള്ള വിശ്വാസം. അതുകൊണ്ട് അബ്രഹാമിന് എന്ത് കിട്ടി? തന്റെ യൗവനം മടക്കിക്കൊടുത്തി ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. തന്റെ ജീവിതത്തിൽ അബ്രഹാമിന് യൗവനം മടക്കിക്കൊടുത്തു. എന്നാൽ വിശ്വസിക്കാത്തവൻ എന്ത് സംഭവിച്ചു? ശെഖര്യാവിന് ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്തോത്രം. ഇന്നുവൽക്കാലം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഉറച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ ഇതാ അത്ഭുതത്തിന്റെ വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. 2024 എന്റെ അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന് പറഞ്ഞ വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പരാജയപ്പെട്ടു പോയ നാളുകളെ വിജയത്തിലേക്ക് നയിക്കുവാൻ കഴിയുള്ള കർത്താവിന്റെ സാന്നിധ്യം ഇതാ നിന്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പറ, യെസ് ദൂതനെ, ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സെഖര്യാവിന് പറയേണ്ടതിന് പകരം അവൻ അവിശ്വസിച്ചത് നിമിത്തം തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന സെഖര്യാവ്. അവൻ സ്തോത്രം. ഇതുപോലെ കാലത്ത് എന്റെയും നിങ്ങളെ പ്രതികരണം എങ്ങനെയാണോ അതിനൊത്തവണ്ണം കർത്താവ് നമ്മൾ പ്രതികരിക്കുന്ന ദിവസങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ വിശ്വാസത്താൽ അവന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാളുകൾ കഴിഞ്ഞു എന്ന് പറയണ്ട. എന്റെയും നിന്റെയും മാനിക്കുന്ന തക്ക സമയത്ത് അവൻ എന്റെയും നിന്റെയും അടുക്കിലേക്ക് കടന്നു വരുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവജനം ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ തന്റെ മഹത്വം അനുഭവിക്കുന്ന വർഷമായി 2024 എന്റെ ജീവിതത്തിൽ തീർക്കുവാൻ കർത്താവിന് പ്രസാദമുണ്ട്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതിനാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ God richly bless you all. അവൻ സ്തോത്രം. ഈ ഒരു വർഷക്കാലം മുഴുവൻ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ